ലിസ്റ്റ് പുറത്തു വിടുന്നുണ്ട്. നമ്മുടെ ചെലവ് കണക്കുകൾ, തിയേറ്റർ കൂടി എല്ലാം കണക്കുകൾ, അതുമായിട്ട് വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വിജയബാബു ഒരു പോസ്റ്റ് എന്റെ സിനിമ ലാഭത്തിലാണ്, നിങ്ങൾ കണക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. മേഡം അസോസിയേഷൻ്റെ ഒരാളാണ്, ഉറപ്പത്തില്ല, മത്സരിച്ച ഒരു വ്യക്തിയൊക്കെയാണ്. അത്തരം കണക്ക് കൊടുത്ത് സിനിമാ മേഖലയ്ക്ക് തകർച്ചയാണ്. ഞാൻ സ്വയം കാണുന്നുണ്ട്. പല പ്രൊഡ്യൂസർമാരും ഒന്ന് തിരിച്ചു പോകും, പല സ്വപ്നങ്ങളും ഇല്ലാതാകും, സ്വപ്നങ്ങൾ ഇല്ലാതാകും. അങ്ങനെയാണ് നിങ്ങൾ ഒരു പ്രൊഡ്യൂസറെ പിടിച്ചുകൊണ്ട് വരുന്നത്. ആ സമയത്ത് ഇങ്ങനെ കണക്ക് പുറത്തുകൊണ്ട് നഷ്ടക്കണക്കുകൾ, ലാഭത്തിലാണ് കേവലമായിട്ട് സിനിമയുടെ ഇത്രയും ലാഭം വിറ്റടിച്ച സിനിമകളുണ്ടോ ലോകമെമ്പാടും അറിയിക്കും മലയാള സിനിമ. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ കണക്കുകൾ പുറത്ത്. അത് നേരത്തെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടുണ്ടാകും. ഈ സിനിമ ഉൾപ്പെടെയാണ് അവര് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് ഒരുപാട് OTT ആദ്യം നമുക്ക് കോവിഡ് കഴിഞ്ഞപ്പോൾ OTT വന്ന് ഒരു വലിയൊരു മീൻസ് ഇൻഡസ്ട്രിയിൽ ഒരു ബൂം ഉണ്ടാക്കി, ഒരുപാട് മൂവീസ് എടുത്തു. പക്ഷെ ഒരു പോയിന്റിൽ അവർ നിർത്തി. അപ്പം നമ്മൾ ഒരുപാട് മൂവീസ് പോകാതിരിക്കുക അല്ലേ, ഒരുപാട് പ്രൊഡ്യൂസേഴ്സിന് നഷ്ടമുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു നഷ്ടം കൂടുതൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. കാരണം ഇതിപ്പം നമ്മളായാലിപ്പം നേരത്തെ OTT പ്ലാറ്റ്ഫോംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂവി ഇറങ്ങുന്നതിന് മുന്നേ അവർ എടുക്കുമായിരുന്നു. ഇപ്പം ആരും എടുക്കുന്നില്ല. ഇപ്പം അവർ തിയേറ്ററിൽ റിലീസ് ബോക്സ് ഓഫീസ് നമ്പേഴ്സ് ഒക്കെ കണ്ടിട്ട് അവർ എടുക്കുള്ളൂ. അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു പ്രൊഡ്യൂസേഴ്സിന് അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഇനി വരുന്നവർക്ക് നഷ്ടമൊന്നും ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടായിരിക്കണം എനിക്കതാ ഫീൽ ചെയ്തത്. കാരണം ഒരു ബിസിനസ്സിനെ അത് കംപ്ലീറ്റ്ലി അത് ബാധിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ഇൻഡസ്ട്രി ഭയങ്കര ലോസിൽ പോകും. എല്ലാ മൂവിയും നമുക്ക് തിയേറ്ററിൽ ഓടി നമുക്ക് മീൻസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രൊഡ്യൂസറിനുള്ള ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് OTT പ്ലാറ്റ്ഫോമും സാറ്റലൈറ്റും ആയിരുന്നു. നമുക്ക് OTT വന്നപ്പോൾ സാറ്റലൈറ്റിൽ നമുക്ക് കുറഞ്ഞു. ഇപ്പം എല്ലാ മൂവിയും സാറ്റലൈറ്റിൽ പോകുന്നില്ല. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ പ്രൊഡ്യൂസേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ കൊണ്ടായിരിക്കണം. ഇതിന്റെ എല്ലാം കൂടെ പുതിയൊരു കണക്ക് വിട്ടുക, അത് സിനിമ ഒരു പരാജയമായിട്ട് കാണാൻ പറ്റില്ല. അങ്ങനെ ചേരണമെന്നൊരു ആഗ്രഹം. അതൊരു ഗ്രൂപ്പ് അസോസിയേഷൻ എടുക്കുന്ന ഒരു തീരുമാനമല്ലേ. അപ്പൊ നമ്മൾ പേഴ്സണലി ഒന്നും നമുക്ക് അങ്ങനെ പബ്ലിക് എന്റെ തീരുമാനം ഇതാണ് എന്ന് എനിക്ക് പറയുന്നത് ശരിയല്ല. നമ്മൾ അവരുടെ കൂടെ നിൽക്കുക, അസോസിയേഷന്റെ കൂടെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ ആഗ്രഹം ഉണ്ടാക്കണം. എന്താ എല്ലാ കണക്കും ഒരുമിച്ച് കൊണ്ടുപോകും. പഠിപ്പിക്കാതെ